ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള അഞ്ചാമത്തെ T20 മത്സരം അഹമ്മദാബാദിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സീരീസിൽ ആദ്യമായി കൊണ്ട് സഞ്ജു സാംസണ് അവസരം ലഭിച്ചിരുന്നു. ഒരു മികച്ച തുടക്കം ഇന്ത്യക്ക് നൽകാൻ സഞ്ജു സാംസണ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 22 പന്തുകളിൽ നിന്ന് 37 റൺസ് എടുത്തുകൊണ്ട് സഞ്ജു ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. നല്ല ഒരു ഇന്നിങ്സ് തന്നെയാണ് അദ്ദേഹത്തിൽ നിന്നും പിറന്നിട്ടുള്ളത്. 4 ഫോറുകളും 2 സിക്സറുകളും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 168 അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം 37 റൺസ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ജോർജ് ലിൻഡയുടെ ബൗളിൽ അദ്ദേഹം ബൗൾഡ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ മടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, പവർ പ്ലേയിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേർന്നുകൊണ്ട് മികച്ച ഒരു തുടക്കമാണ് ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത്. 63 റൺസിന്റെ ഒരു പാർട്ണർഷിപ്പ് അവർ പടുത്തുയർത്തി. പിന്നീട് തിലക് വർമ്മയും സഞ്ജു സാംസണും ചേർന്നുകൊണ്ട് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയി. ആ സമയത്താണ് സഞ്ജു പിന്നീട് പുറത്താകുന്നത്. ഏതായാലും നിലവിൽ 10 ഓവറുകൾ പിന്നിട്ടപ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 101 റൺസാണ് ഇപ്പോൾ ഇന്ത്യ എടുത്തിട്ടുള്ളത്. ഇനി ചില നാഴികക്കല്ലുകൾ കൂടി സഞ്ജു ഇപ്പോൾ പിന്നിട്ടിട്ടുണ്ട്. അതായത് T20യിൽ ഇന്ത്യക്ക് വേണ്ടി 1000 റൺസുകൾ പൂർത്തിയാക്കാൻ സഞ്ജു സാംസണ് കഴിഞ്ഞിട്ടുണ്ട്. ആകെ 679 ബോളുകളിൽ നിന്നാണ് 1000 റൺസ് അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. 3 അർദ്ധ സെഞ്ചുറികളും 3 സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നു. 44 ഇന്നിങ്സുകളിൽ നിന്നാണ് അദ്ദേഹം 1000 T20 റൺസുകൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. അത് ഇന്ത്യക്ക് വേണ്ടിയുള്ള കണക്കാണ്. കൂടാതെ T20 ക്രിക്കറ്റിൽ ആകെ 8000 റൺസ് പൂർത്തിയാക്കാൻ സഞ്ജു സാംസണ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 മൈൽ സ്റ്റോണുകളാണ് ഈ ഒരു മത്സരത്തിലൂടെ സഞ്ജു ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.